ചന്ദ്രയാൻ 3യുടെ വിജയത്തിന് ശേഷം ചന്ദ്രനിൽ ഒരു ഇന്ത്യക്കാരൻ സ്ഥലം വാങ്ങിയെന്നും ഏക്കറിന് വെറും 2405 രൂപയാണ് വില എന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലുമായി സെലിബ്രിറ്റികളും US മുൻ പ്രസിഡന്റുമാരുമടക്കം 675 പേർ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോഴിതാ ചന്ദ്രനിൽ താമസിക്കേണ്ട അവസ്ഥ ഭാവിയിൽ ഉണ്ടായാൽ അതിനുള്ള ചെലവുകൾ എന്തൊക്കെയായിരിക്കും, ഭൂമിയിലുള്ള പോലെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ. ആർട്ടിമിസ് ദൗത്യത്തിന്റെ ആദ്യഘട്ട ദൗത്യങ്ങൾ വിജയിച്ച ശേഷം മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ നാസ ശ്രമിക്കുന്നുണ്ട്. ഭാവിയിൽ ചന്ദ്രനിൽ കോളനി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നാസയെ പോലെ തന്നെ മറ്റ് ശാസ്ത്ര ഏജൻസികൾക്കും ഉണ്ട്. എന്നാൽ ചന്ദ്രനിൽ 100 പേരെ താമസിപ്പിക്കണമെങ്കിൽ മിനിമം ഒരു രാജ്യത്തിന്റെ വാർഷിക ബജറ്റോളം തുക ചിലവാകും. ചരക്ക് നീക്കത്തിന് മാത്രം 1 ലക്ഷം കോടി രൂപ ചിലവാകുമെന്നാണ് റിപ്പോർട്ടുള്ളത്. ഇനി അതിന് സാധിച്ചാലോ? താമസിച്ചതിന് ശേഷമുള്ള ചിലവാണ് രസകരം. എവിടെയാണെങ്കിലും മനുഷ്യന് ജീവൻ നിലനിർത്താൻ അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളാണ് വെള്ളം, വായു, ഭക്ഷണം. ഇതുകൂടാതെ താമസിക്കാനുള്ള സൗകര്യവും ആവശ്യമാണ്. എന്നാൽ ഭൂമിയിൽ ലഭിക്കുന്ന ഇവയെല്ലാം ചന്ദ്രനിൽ ഉണ്ടാകുമോ, അതോ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഭൂമിയിൽ നിന്ന് 1/2 കിലോ സാധനങ്ങൾ ചന്ദ്രനിൽ എത്തിക്കാൻ 36 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് റിപ്പോർട്ടുള്ളത്. വെള്ളത്തിന്റെ കാര്യമെടുത്താൽ ഭൂമിയിൽ നിന്ന് 1 കിലോ ഭാരമുള്ള 1 ലിറ്റർ വെള്ളം ചന്ദ്രനിൽ എത്തിക്കണമെങ്കിൽ 72 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. അങ്ങനെ നോക്കിയാൽ ശരാശരി ഒരു ദിവസം 2 ലിറ്റർ വെള്ളം വരെ കുടിക്കുന്ന മനുഷ്യന് ചന്ദ്രനിൽ ദിവസം ചിലവ് 1.44 കോടി രൂപയാണ്. നമുക്കറിയാം ചന്ദ്രനിൽ വായു ഇല്ലെന്ന്, അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ താമസത്തിന് പോകുന്നവർക്ക് ഈ രീതി നടപ്പാകില്ല. ചന്ദ്രന്റേത് ഓക്സിജൻ ലഭിക്കാൻ സാധ്യതയുള്ള പ്രതലമാണെന്ന് പറയപ്പെടുന്നുണ്ട്. താപോർജ്ജവും വൈദ്യുതിയും ഉപയോഗിച്ച് ഖനനം ചെയ്താൽ ഓക്സിജൻ ലഭിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അത് എത്രത്തോളം നടത്താൻ കഴിയുമെന്നും ഇപ്പോൾ വ്യക്തമല്ല. അതുപോലെ തന്നെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഐസ് രൂപത്തിൽ ഉറഞ്ഞു കിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന വെള്ളം ദ്രവരൂപത്തിലാക്കിയാൽ കൃഷിയും മറ്റ് കാര്യങ്ങളും നടത്താൻ സാധിക്കുകയും ചെയ്യും. കൃഷി നടത്തണമെങ്കിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ തുടങ്ങിയ മൂലകങ്ങളും അതിനു പുറമെ ധാതുക്കളും അടങ്ങിയ വളവും വേണം. അത് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അതിനും വലിയൊരു തുക ചെലവാകും. ഇനി ഭക്ഷണമാണെങ്കിൽ വെള്ളത്തിന്റെ കണക്ക് പറഞ്ഞ പോലെ തന്നെ വൻ ചിലവുള്ളൊരു പ്രക്രിയയാണത്. ഒരാൾക്ക് വർഷം 225 കിലോ ഭക്ഷണം വേണം. നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് ഈ ഇനത്തിൽ വർഷം ഒരാൾക്ക് ചെലവ് 113 കോടി രൂപ വരുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം വലിയൊരു ചോദ്യമായി അവശേഷിക്കുമ്പോഴും ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കാമെന്നും അവിടെ താമസിക്കാനാകുമെന്നുമാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഇനി എന്തൊക്കെ നടത്താൻ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം.